പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി 2024 ജനുവരി മുതൽ മെയ് വരെയുള്ള PSC ബുള്ളറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ നോക്കുന്നത് 2024 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. സെപ്റ്റംബർ മാസത്തെ ഒരു ബുള്ളറ്റിനെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ഉള്ളതുമാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഉള്ളത് നമ്മുടെ കാൻ ഫിലിം ഫെസ്റ്റിവൽ അല്ലേ. നമുക്കറിയാം 77ാമത് കാൻ ചലച്ചിത്രമേള പുരസ്കാരത്തിൽ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാൻ പിടിച്ചെടുത്ത് ഇന്ത്യൻ വനിതകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓർത്തു വെക്കുക, ഈ പേര് ഓർത്തു വെക്കണം. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന് 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. അപ്പോൾ ഗ്രാൻഡ് പ്രീ പുരസ്കാരം, മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഇത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഇത് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം എന്ന് പറയുന്നത്. അത് ലഭിച്ചത് ഏതിനാ, ഇന്ത്യൻ ചിത്രത്തിനാണ്. ചിത്രത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നാണ്. എന്നാൽ മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന അവാർഡിന്റെ പേരെന്ന് പറയുന്നത് പാംതോർ പുരസ്കാരമാണ്. അത് ലഭിച്ചത് അനോറ എന്ന് പറയുന്ന ഒരു സിനിമക്കായിരുന്നു. അതിന്റെ സംവിധാനം ആരാന്ന് വെച്ചാൽ സീൻ ബേക്കർ ആയിരുന്നു സീൻ ബേക്കർ. അപ്പം കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിന് കൊടുക്കുന്നത് ഏതാ, പാംതോർ പുരസ്കാരമാണ്. അത് ലഭിച്ചത് ഏത് സിനിമക്ക, അനോറ എന്ന് പറയുന്ന സിനിമക്കായിരുന്നു. ഇനി മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഇത് ഗ്രാൻഡ് പ്രീ പുരസ്കാരം. അത് ലഭിച്ചതോ ഇന്ത്യൻ സിനിമയായിട്ടുള്ള ഇന്ത്യൻ സംവിധായികയായിട്ടുള്ള പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രത്തിനായിരുന്നു. ഇനി മേളയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണ് ഇത്, നമ്മൾ പറഞ്ഞു ഗ്രാൻഡ് പ്രീ പുരസ്കാരം. 30 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഷാജീൻ കരന്റെ സ്വമാണ് ഇതിന് മുമ്പ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 30 വർഷത്തിന് ശേഷമാണ് ഇത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ മത്സര രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി പായൽ കപാഡിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ്. പായൽ കപാഡിയ ഈ അഭിമാനകരമായിട്ടുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ്. അതുപോലെ കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ ആന്റണോ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രഹൻ സന്തോഷ് ശിവന് ലഭിച്ചു. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടിയാണ് ആര്, സന്തോഷ് ശിവന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട്, ഓർത്തു നോക്കുക. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ ആന്റണോ പുരസ്കാരം നേടിയ സിനിമാറ്റോഗ്രാഫറാണ് ആര്, സന്തോഷ് ശിവൻ. ഈ അവാർഡ് നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടിയാണ് ആര്, സന്തോഷ് ശിവൻ എന്ന കാര്യം കൂടി ഓർത്തു നോക്കുക. അതുപോലെ കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വേണ്ടിയിട്ട് അനസൂയ സെൻഗുപ്തക്കാട്ടോ. കാൻ ചലച്ചിത്രമേളയിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കാ ലഭിച്ചത്, ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വേണ്ടിയിട്ട് അനസൂയ സെൻഗുപ്തക്കാണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാര് കൂടിയാണ് ആര്, അനസൂയ സെൻഗുപ്ത. ഓർത്തു നോക്കുക, കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാ, അനസൂയ സെൻഗുപ്തക്കാണ്. ഈ പുരസ്കാരം നേടുന്ന, അതായത് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് ആര്, അനസൂയ സെൻഗുപ്ത എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഉന്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉന്മ അക്ഷരദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്ദിരക്ക് ലഭിച്ചു. ഉന്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉന്മ അക്ഷരദക്ഷിണ പുരസ്കാരം നേടിയതാരാന്ന് വെച്ചാൽ ആരാ, ബി ഇന്ദിരയാണ്. ഇനി മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദന് ലഭിച്ചു. ഇതൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ബുള്ളറ്റിലുണ്ട്, നമ്മൾ പറയാണ്. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് ലഭിച്ചതാർക്ക് എം മുകുന്ദനാണ്. ഇനി മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം. ചിലപ്പോൾ ചോദിക്കാം, ഈ അടുത്തായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ UNOയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി ആരാന്ന് വെച്ചാൽ ആരാ, മേജർ രാധിക സെൻ ആട്ടോ. മേജർ രാധിക സെൻ ആണ്. ഇനി
കേരള സർവകലാശാലയുടെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം 212 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. 212 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. കേരള സർവകലാശാലയിലെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം എത്രയാ? 212 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. ഇനി ദേശീയ പ്രതിരോധ അക്കാദമി, അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമി NDA കമാൻഡായിട്ട് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ചുമതലയേറ്റു. NDAയുടെ വൈസ് അഡ്മിറൽ കമാൻഡായിട്ട് ജോയിൻ ചെയ്ത ആരാന്ന് വെച്ചാൽ വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ആണ്. ഇനി 2024 പുരുഷ IPL കിരീടം ആരായിരുന്നു? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അല്ലെ. ഫൈനൽ ആരായിരുന്നു തോൽപ്പിച്ചത്? സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചിട്ടാണ് ആര് കപ്പ് നേടിയത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന കാര്യം ഓർത്തു വെക്കുക, ചിലപ്പോൾ ചോദിക്കും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ സ്പോർട്സിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ക്രിക്കറ്റ് തന്നെയാണ് ചോദിച്ചു കാണുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 2024 പുരുഷ IPL കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ്. ആരെയാ തോൽപ്പിച്ചതെന്ന് വെച്ചാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ്. ഇനി 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയ്റോസ് എന്ന കൃതി അർഹമായി. 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ആണ്. അന്താരാഷ്ട്ര ബുക്കർ പ്രൈസിന് അർഹമായ കൃതി ഏതാന്ന് വെച്ചാൽ കെയ്റോസ് എന്ന കൃതിയാണ്. ജർമ്മൻ എഴുത്തുകാരിയായിട്ടുള്ള ജെന്നി എർപെൻബെക്ക് ആണ് കേട്ടോ. ജെന്നി എർപെൻബെക്കിന്റെ നോവലാണ്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന് മിഖായേൽ ഓഫ്മാൻ ആണ്. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം കേട്ടോ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വിന്നർ ആരാന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇനി വിരാട് കോഹ്ലി IPL 8000 റൺസ് തികക്കുന്ന ആദ്യത്തെ താരമായി. IPL ആദ്യമായിട്ട് ആരാണ് 8000 റൺസ് തികച്ചതെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയാണ്. ഇനി ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായിട്ടുള്ള സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായിട്ട് ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോളടിച്ചതും ആര് തന്നെയാണ്? ഛേത്രിയാണ്. 158 മത്സരം കളിച്ചിട്ട് 94 ഗോളുകൾ നേടിയിട്ടുണ്ട് ആര്? നമ്മുടെ സുനിൽ ഛേത്രി. ഓർത്തു നോക്കുക, ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായിട്ടുള്ള സുനിൽ ഛേത്രി വിരമിച്ചിട്ടുണ്ട്. ദേശീയ ടീമിനായിട്ട് ഏറ്റവും കൂടുതൽ ഗോളും ഏറ്റവും കൂടുതൽ കളിച്ചതും ആര് തന്നെയാണെന്ന് വെച്ചാൽ സുനിൽ ഛേത്രിയാണ്. ഇനി ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലാന്റ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റണിൽ കിരീടം നേടിയിരിക്കുന്നു. ഇനി ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ വിനോദസഞ്ചാരിയായി. ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിനോദസഞ്ചാരിയായിട്ടുണ്ട്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനുമാണ് ആര്? ഗോപിചന്ദ് തോട്ടക്കുറ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വിനോദസഞ്ചാരി അവിടെയാണ് നോക്കേണ്ടത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ വിനോദസഞ്ചാരി ഇന്ത്യൻ വിനോദസഞ്ചാരി ആരാന്ന് വെച്ചാൽ ഗോപിചന്ദ് തോട്ടക്കുറയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരൻ കൂടിയാണ് ആര്? ഗോപിചന്ദ് തോട്ടക്കുറ. ഇദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയായിരുന്നു ആര്? ഗോപിചന്ദ് തോട്ടക്കുറ. ഇനി കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കൂടിയാണ് ആര്? കാമ്യ. അത് ഓർത്ത് നോക്കുക, കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാന്ന് ചോദിച്ചാൽ കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ആര്? കാമ്യ കാർത്തികേയൻ. എന്നാൽ ഇത് ലോകത്തിൽ തന്നെ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടി കൂടിയാണ് ആര്? കാമ്യ കാർത്തികേയൻ. ഇനി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കാറ്റഗറി T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, പിന്നെ ദീപ്തി ജീവൻജി താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 400 മീറ്റർ ആട്ടോ. 400 മീറ്റർ. ഇപ്പോൾ 400 മീറ്റർ റണ്ണിങ്ങിലാണ്, ഓട്ടമാണ്. അപ്പോൾ ഈ T20 എന്ന് പറയുന്നത് അവരെ എന്താ പറയുക, ഈ പാരാ അത്ലറ്റിക്സ് ആണല്ലോ. അപ്പോൾ അവരെ വൈകല്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓരോ കാറ്റഗറി ഉണ്ടാവും. ആ ഒരു കാറ്റഗറിയാണ് ഈ T20 എന്ന് പറയുന്നത്. അപ്പോൾ 400 മീറ്റർ ഓട്ടത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ താരമാണ് ആര്? ദീപ്തി ജീവൻജി. ഓർത്ത് നോക്കുക, ഇന്ത്യയുടെ പാരാ അത്ലറ്റാണ് ആര്? ദീപ്തി ജീവൻജി എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം, കാരണം വേൾഡ് റെക്കോർഡൊക്കെ ആയതുകൊണ്ട്. ഇനി ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായി. ഓർത്തു നോക്കുക, ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി. ഇനി 2-3 വിയോഗങ്ങളാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ചോദിക്കാം, ഇബ്രാഹിം റൈസി ഏത് രാജ്യത്തിന്റെ
പ്രസിഡന്റ് ആയിരുന്നു. ഏതാ? ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ഇബ്രാഹിം റൈസി. ഇനി ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്ത് അന്തരിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ഐസ്ക്രീം മാൻ എന്നറിയപ്പെടുന്ന ആരാ? രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്താണ്. അദ്ദേഹം ഈയിടെയായിട്ട് അന്തരിച്ചു. പിന്നെ മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായിട്ടുള്ള പയ്യപ്പാടി കല്ലുവേലപ്പറമ്പിൽ കോട്ടയം സോമരാജും അന്തരിച്ചു. ഇനി ഇവിടെ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളുണ്ട്. അപ്പോൾ ഇത് വായിക്കുകയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഞാൻ ഇത് ടെലിഗ്രാമിലിടാം. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചിലപ്പോൾ ഡേറ്റ് ചോദിക്കാൻ സാധ്യത ജൂൺ 9 കേട്ടോ. 2024 ജൂൺ 9 മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിലേറിയത്. എത്ര മന്ത്രിമാരുള്ളത്? 72 അംഗ മന്ത്രിസഭയാണുള്ളത്. അപ്പോൾ ജൂൺ 9 അധികാരത്തിലേറിയത്. നമുക്ക് പഠിക്കാനുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ സുരേഷ് ഗോപിയും അതേപോലെ ജോർജ് കുര്യനും എന്ത് ചെയ്തിട്ടുണ്ട്? സഹമന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 72 അംഗ മന്ത്രിസഭയാണ് നിലവിൽ വന്നല്ലേ. ഇനി പുതിയ മുഖ്യമന്ത്രിമാർ, മോഹൻ ചരൺ മാജി. എവിടെയാ? ഒഡീഷയിൽ പുതിയ മുഖ്യമന്ത്രിയാണ് ആര്? മോഹൻ ചരൺ മാജി. അതുപോലെ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ്. ഓർത്തു വെക്കണം. ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാ? മോഹൻ ചരൺ മാജിയാണ്. അതുപോലെ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. ഇനി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്ത കരസേനാ മേധാവിയാകും. നിലവിൽ നമ്മുടെ കരസേനാ മേധാവി ആരാന്ന് ചോദിച്ചാൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇനി 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചിത്രമാണ് കൈമിറ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ, ഇത് കൈമിറ കേട്ടോ. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാളത്തിലെ ഹ്രസ്വ ചിത്രമാണ് ഇത് കൈമിറ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേശ് കാർത്തിക് രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇനി DRDO തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന രുദ്ര M2 ഓർത്തു വെക്കുക. രുദ്ര M2 വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഇവിടുന്ന് ഒഡീഷ തീരത്ത് നിന്നാണ് വിജയകരമായിട്ട് പരീക്ഷിച്ചത്. അപ്പോൾ ഓർത്തു, രുദ്ര M2 താഴെ തന്നിരിക്കുന്ന എന്തുമായി ബന്ധപ്പെട്ടിരുന്ന വായുവിൽ നിന്ന് കരയിലേക്ക് അല്ലെ, വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ് ഇത് രുദ്ര M2 എന്ന് പറയുന്നത്. ഇനി സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് നേർവഴി. ഇനി അയർലാൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു. ഓർത്തു വെക്കുക, ഏതൊക്കെ രാജ്യങ്ങളാ? അയർലാൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു. ചോദിക്കാം, ഈയിടെയായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ പിന്നെ ഏത് രാജ്യമാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത്? അപ്പോൾ പഠിച്ചു വെക്കുക, അയർലാൻഡ്, നോർവേ, സ്പെയിൻ. 3 രാജ്യങ്ങളെ പഠിക്കാനുള്ളൂ. അയർലാൻഡ്, നോർവേ, സ്പെയിൻ. ഈ രാജ്യങ്ങളാണ് എന്ത് ചെയ്തത്? പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചത്. ഇനി ഡോക്ടർ N കൃഷ്ണകുമാറാണ് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി. കേരള നിയമസഭയുടെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ആരാ? N കൃഷ്ണകുമാറാണ്. ഇനി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹ് കുവൈത്തിന്റെ പുതിയ കിരീടാവകാശിയാകും. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ മുഖമായിട്ട് രുചിര കമ്പോജ് വിരമിച്ചു. നമുക്കറിയാം, യൂണിവേഴ്സിറ്റി LGSന്റെ എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ വന്നു, ക്യാൻസൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവർ വിരമിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ മുഖമായിരുന്ന രുചിര കമ്പോജ് വിരമിച്ചു. ഇനി മികച്ച സംവിധായകനുള്ള സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം സംവിധായകൻ ഷമീർ ഭരതന്നൂരിന്. അപ്പോൾ മികച്ച സംവിധായകനുള്ള സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം ലഭിച്ചതാർക്ക്? ഷമീർ ഭരതന്നൂരിനാണ്. 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരത്തിന് പ്രമുഖ നടി ഷീല അർഹയായി. 2024 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയാണ്. ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ പുരസ്കാരത്തിന് പ്രമുഖ നടി ഷീല അർഹയായി. ഇനി ഇന്ത്യൻ ബഹിരാകാശിയായ വംശജയായിട്ടുള്ള സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്ത്. നാസയുടെ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തെ കുതിച്ചത്. സുനിത വില്യംസിന്റെ 3ാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇത് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത വർഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് തിരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇനി ക്ലോഡിയ ഷെൻബോം സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ.
ക്ലോഡിയ ഷെൻബോം. സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ആര്? ക്ലോഡിയ ഷെൻബോം. എവിടുത്തെയാ? മെക്സിക്കോയുടെ കേട്ടോ. മെക്സിക്കോയുടെ പ്രസിഡന്റാണ് ആര്? ക്ലോഡിയ ഷെൻബോം. ഇനി കേരളത്തിൽ വേരുകളുള്ള പ്രമുഖ പണ്ഡിത കാരിസിമ മാത്തൻ ടൊറന്റോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായി. കേരളത്തിൽ ജനിച്ചു വളർന്ന പ്രമുഖ നിയമ പണ്ഡിത കാരിസിമ മാത്തൻ ടൊറന്റോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായി. ഇനി സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിച്ച മണികർണിക മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നാടകത്തിന് 50,000 രൂപ പുരസ്കാരമായി ലഭിക്കും. ഇനി ചൈനയുടെ ചാങ് ഇ 6, അപ്പോൾ ചൈനയുടെ ചാന്ദ്ര പേടകമാണ് ഇത് ചാങ് ഇ 6 എന്ന് പറയുന്നത്. ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യത്തെ രാജ്യമാകും ചൈന. അപ്പോൾ ചൈനയുടെ ചാങ് ഇ 6 പേടകം ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ദൗത്യം വിജയിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ട് ഭൂമിയിലെത്തുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ഇത് മാറും, ചൈന മാറും. ഇനി ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായിട്ടുള്ള അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൺ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായിട്ട് പരീക്ഷണ വിക്ഷേപണം നടത്തി. അപ്പോൾ അഗ്നിബാൺ എന്നത് വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അഗ്നികുൽ കോസ്മോസ് ആട്ടോ. ഇന്ത്യൻ ബഹിരാകാശ സ്വകാര്യ കമ്പനിയാണ് ഇത് അഗ്നികുൽ കോസ്മോസ് എന്ന് പറയുന്നത്. അവർ വിക്ഷേപിച്ച വിക്ഷേപണ വാഹനമാണ് ഇത് അഗ്നിബാൺ എന്ന് പറയുന്നത്. അത് എവിടുന്നാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായിട്ട് പരീക്ഷണം നടത്തി. ഇനി ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ. ഈ വർഷത്തെ പി കേശവദേവ് 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ആർക്കാ? അടൂർ ഗോപാലകൃഷ്ണനാണ്. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായിട്ടുള്ള സ്റ്റാർഷിപ്പ് റോക്കറ്റ് വിജയകരമായിട്ട് പരീക്ഷിച്ചു. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റാണ് ഇത് സ്റ്റാർഷിപ്പ്. അത് വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഇനി ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയതാരാ? കാർലോസ് അൽക്കാരസ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. ഇഗ സ്വിയാറ്റെക്കിന് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം നേടിയത് കാർലോസ് അൽക്കാരസ്. അതുപോലെ വനിതാ സിംഗിൾസ് കിരീടം ഫ്രഞ്ച് വനിതാ കിരീടം നേടിയത് ആരാന്ന് വെച്ചാൽ ഇഗ സ്വിയാറ്റെക് ആണ്. ഇനി ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസിൽ യുഎസിന്റെ കൊക്ക ഗോഫും അതുപോലെ കാതറീന സിനിയാക്കോവ സഖ്യത്തിന് കിരീടം. ഇനി മെക്സിക്കോയിലാണ് പക്ഷിപ്പനിയുടെ വകഭേദമായിട്ടുള്ള H5N2 ബാധിച്ച് ആദ്യത്തെ മരണം സ്ഥിരീകരിച്ചു. അപ്പം പക്ഷിപ്പനിയുടെ വകഭേദമായിട്ടുള്ള H5N2 ബാധിച്ചിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് മരണം സ്ഥിരീകരിച്ച രാജ്യമാണിത് മെക്സിക്കോ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ജൂൺ മാസത്തെ നമ്മൾ കഴിഞ്ഞു. ഇനി ജൂലൈ മാസത്തെയാണ്. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡക്വർത്ത് ലൂയിസ് നിയമത്തിന്റെ സൃഷ്ടാക്കൾ ഒരാളായിട്ടുള്ള ഫ്രാങ്ക് ഡക്വർത്ത് അന്തരിച്ചു. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡക്വർത്ത് ലൂയി നിയമത്തിന്റെ സൃഷ്ടാക്കൾ ഒരാളായിട്ടുള്ള ഫ്രാങ്ക് ഡക്വർത്ത് അന്തരിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക്ക് നേടുന്ന ആദ്യത്തെ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. ഓർത്തു നോക്കുക. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക്ക് നേടുന്ന ആദ്യത്തെ ബൗളറാണ് ആര്? ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി ആയിട്ട് എസ്റ്റോണിയൻ താരം സാഹിൽ ചൗഹാൻ 27 പന്തിലാണ് എന്ത് ചെയ്തത്? സെഞ്ചുറി നേടിയത്. അപ്പോൾ നിലവിൽ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി ആരാ നേടിയതെന്ന് വെച്ചാൽ എസ്റ്റോണിയൻ താരമായിട്ടുള്ള സാഹിൽ ചൗഹാൻ ആണ്. എത്ര പന്തിലാ? 27 പന്തിലാണ് അവരെന്ത് ചെയ്തത്? സെഞ്ചുറി നേടിയത്. ഇനി ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ ചോദിക്കാം, ഈയിടെ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഡേവിഡ് വാർണർ ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് താരമായിരുന്നു? ഏത് രാജ്യത്തിന്റെയാ? ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് താരമാണ് ആര്? ഡേവിഡ് വാർണർ. ഇനി ന്യൂസിലാൻഡ് പേസ് ബോളർ ട്രെന്റ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അതും ചോദിക്കാം. ട്രെന്റ് ബോൾട്ട് ഏത് രാജ്യത്തിന്റെ? ന്യൂസിലാൻഡിന്റെ താരമാണ് ആര്? ട്രെന്റ് ബോൾട്ട്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലാൻഡിന്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ് 24 പന്തിൽ 1 റൺസ് പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ ഫെർഗൂസൺ ലോകകപ്പിൽ 4 ഓവർ മേഡനാക്കുന്ന ആദ്യത്തെ ബൗളറായിട്ട് മാറി. അപ്പോൾ പല റെക്കോർഡുകളും പിറന്നിട്ടുണ്ട്. നോക്കുക, 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാൻഡിന്റെ ലോക്കി ഫെർഗൂസൺ, പേരോർത്ത് നോക്കുക, ലോക്കി ഫെർഗൂസൺ. ഇനി എന്തൊക്കെ റെക്കോർഡാണ് കിട്ടിയത്?
24 പന്ത് എറിഞ്ഞ സമയത്ത് ഒരു റൺസ് പോലും അവർ വിട്ടുകൊടുത്തില്ല. അതുപോലെ തന്നെ എന്തും ചെയ്തു, 3 വിക്കറ്റും നേടി. അങ്ങനത്തെ ആദ്യത്തെ താരമാണ് ആര്? ലോക്കി ഫെർഗൂസൺ. വേറെന്ത് കൂടിയുണ്ട്, ലോകകപ്പിൽ 4 ഓവറും മെയ്ഡനാക്കുന്ന ആദ്യത്തെ ബോളർ. അതായത് ഒരു കളിയിൽ 2020 കളിക്കുന്ന സമയത്ത് ഒരു കളിയിൽ ഒരു ബോളർക്ക് 4 ഓവറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 24 പന്ത്. അപ്പോൾ 24 പന്തിൽ എന്ത് ചെയ്തിട്ടില്ല, റൺസ് വിട്ടുകൊടുത്തിട്ടില്ല. എന്ത് ചെയ്തിട്ടുണ്ട്, 3 വിക്കറ്റും നേടിയിട്ടുണ്ട്. അപ്പോൾ 4 ഓവർ മെയ്ഡനാക്കുന്ന ഒരു 3 വിക്കറ്റും നേടുന്ന ആദ്യത്തെ താരമാണ് ആര്? ലോക്കി ഫെർഗൂസൺ. ഏത് രാജ്യത്തിന്റെ താരമാ? ന്യൂസിലാൻഡിന്റെ താരമാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷാ ഗംഗക്കും OV വിജയൻ പുരസ്കാരം. OV വിജയൻ പുരസ്കാരം നേടിയവരാണ് KP രാമനുണ്ണി, വി ഷിനിലാൽ, ജിൻഷാ ഗംഗ എന്നിവർക്കാണ് എന്ത് ചെയ്തത്, OV വിജയൻ പുരസ്കാരം ലഭിച്ചത്. ഇനി സിറിൽ റമാഫോസ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2018 റമാഫോസ ആദ്യമായിട്ട് അധികാരത്തിലേറിയത്. ചിലപ്പോൾ ചോദിച്ചാലോ, സിറിൽ റമാഫോസ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാ? ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റാണ് ആര്? സിറിൽ റമാഫോസ. ഇനി ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ദിവ്യ ദേശ്മുഖ് തന്നിരിക്കുന്നതിൽ ദിവ്യ ദേശ്മുഖ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് ആര്? ദിവ്യ ദേശ്മുഖ്. ഇനി ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞിട്ട് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായിട്ട് കോഴിക്കോട് മാറി. PSCയുടെ ഇപ്പോൾ ഇഷ്ട ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ചോദ്യമാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച കേരളത്തിലെ സ്ഥലമേത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ഥലമേത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ നഗരമേത്? ഏതാ? കോഴിക്കോടാണ്. ഇനി ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള G7 ഉച്ചകോടി ഇറ്റലിയിലെ പഗ്ലിയായിൽ ആരംഭിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. അപ്പോൾ 2024 G7 ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത്? ഇറ്റലിയിലാണ്. ഏതൊക്കെയാണ് G7 അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത്? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക. ഇതാണ് G7 എന്ന് പറയുന്നത്. ഇനി അരുന്ധതി റോയ്ക്ക് പെൻ പിന്റർ പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായിട്ട് നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നൊബേൽ ജേതാവായ എഴുത്തുകാരൻ ഹരോൾഡ് വിന്ററുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം. അപ്പോൾ പെൻ വിന്റർ പുരസ്കാരം നേടി ഇന്ത്യക്കാരി ആരാന്ന് വെച്ചാൽ ആരാ? അരുന്ധതി റോയ് ആണ്. ഓർത്തു നോക്കുക, പെൻ പിന്റർ പുരസ്കാരം നേടി ഇന്ത്യക്കാരി അരുന്ധതി റോയ് ആണ്. അയർലാൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമീനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു. നമ്മൾ കഴിഞ്ഞ മാസത്തെ PDF പഠിച്ചായിരുന്നു. അയർലാൻഡ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ അർമേനിയ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. ആണവ ആയുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. ലോകത്ത് ആണവ ആയുധങ്ങളുടെ ശേഖരണത്തിൽ രാജ്യത്തിന് എത്രാം സ്ഥാനം? 6ാം സ്ഥാനമാണ്. നീറ്റ്, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ നയിക്കും. നീറ്റ്, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസി, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉന്നത സമിതിയെ നിയോഗിച്ചു. അതിന്റെ ചെയർമാനാണ് ആര്? K. രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ VCയും സംസ്കൃത പണ്ഡിതനുമായിട്ടുള്ള ഡോക്ടർ KG പൗലോസിന് ലഭിച്ചു. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മേളന പുരസ്കാരം, ഭാഷാ സമ്മാൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ KG പൗലോസിനാണ്. ഇനി 18ാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കറായിട്ട് ഭർതൃഹരി മെഹ്താബ് നിയമിതനായി. ഇത് ഓർത്തു വെക്കണേ, ചോദിക്കാൻ സാധ്യതയുണ്ട്. 18ാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരാന്ന് വെച്ചാൽ ഭർതൃഹരി മെഹ്താബ് ആണ്. ഓം ബിർളക്ക് ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ നിലവിൽ ലോക്സഭാ സ്പീക്കർ ആരാന്ന് വെച്ചാൽ ഓം ബിർളയാണ്. ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായിട്ട് 2ാം വട്ടവും സ്പീക്കർ ആകുന്ന വ്യക്തി കൂടിയാണ് ആര്? ഓം ബിർള എന്ന കാര്യം ഓർത്തു വെക്കാം. ഇനി രാഹുൽ ഗാന്ധി 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു.
ഇവിടെ ഒരു അപ്ഡേഷൻ കൂടിയുണ്ട്. മാനന്തവാടി MLA ആയിട്ടുള്ള OR കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച K രാധാകൃഷ്ണ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് പെമ ഖണ്ഡു അധികാരമേറ്റു. അപ്പോൾ ഇവിടെ 2 ഫാക്ട് ഉണ്ട്. മാനന്തവാടി MLA, അതായത് നിലവിൽ കേരള പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ OR കേളുവാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ചോദിച്ചാൽ വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ്. ഇനി അരുണാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ആര്? പെമ ഖണ്ഡു എന്ന കാര്യം കൂടി ഓർത്തു വെക്കാം. ഇനി ഒരു വിയോഗങ്ങളാണ് 2. തമ്പിന്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു. അതുപോലെ കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് P തങ്കപ്പൻ നായർ അന്തരിച്ചു. അപ്പോൾ കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? P തങ്കപ്പൻ നായർ. ഓർത്തു വെക്കുക, P തങ്കപ്പൻ നായർ കേട്ടോ. കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? P തങ്കപ്പൻ നായർ അന്തരിച്ചു. ഇനി വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സത്തർലാൻഡും അന്തരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ഇന്ത്യയുടെ 2ാം 2020 കിരീടമാണിത്. ഈയിടെയായിട്ടുള്ള കുറച്ച് എക്സാമുകളിലൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് 2020 ലോകകപ്പിന്റെ വേദി എവിടെയായിരുന്നു. ഇനിയിപ്പോൾ ചോദിക്കാൻ സാധ്യത ചിലപ്പോൾ 2020 വിന്നർ ആരെയാണ് തോൽപ്പിച്ചത്. 2 ഓർത്ത് നോക്കുക. വിന്നർ നമ്മുടെ ഇന്ത്യയാണ്. ആരെയാ തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയാണ്. 7 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇനി ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനാണ്. രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ ആരാന്ന് ചോദിച്ചാൽ ഗൗതം ഗംഭീർ ആണ്. ഇനി ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർ അന്താരാഷ്ട്ര 2020 ഫുള്ള് വിരമിച്ചിട്ടില്ല, 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യത്തെ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ എത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യത്തെ ചരക്ക് കപ്പലാണേത്? സാൻ ഫെർണാണ്ടോ. ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായിട്ടുള്ള മെസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണേത്? സാൻ ഫെർണാണ്ടോ എന്ന കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ കപ്പൽ കമ്പനിയായിട്ടുള്ള മെസ്കിന്റെ ഉടമസ്ഥയിലുള്ള കപ്പൽ കൂടിയാണ് ഇത് സാൻ ഫെർണാണ്ടോ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ പുതിയ മേധാവിയായിട്ട് ചുമതലയേറ്റു. നമ്മൾ കഴിഞ്ഞ PDF പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന് കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായി. ഇത് പഠിക്കേണ്ട. നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ നിതിൻ ചാംതർ ആണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായ പുതിയ വ്യക്തി എന്ന് പറയുന്നത്. ഇനി ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. നിലവിൽ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഹേമന്ത് സോറൻ ആണ്. ഇനി മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ്, അതായത് നമുക്കറിയാം CRPC, IPC, എവിഡൻസ് ആക്ട്, ഇതിനൊക്കെ പകരമായിട്ട് നമ്മുടെ പുതിയ പേരുകളിലാണല്ലോ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത്. അത് പ്രകാരം ജൂലൈ 1 മുതലാണത് നിലവിൽ വന്നത്. അത് പ്രകാരം ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ആദ്യത്തെ കേസ് എവിടെയാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ് ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇത് സംബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ കേസ് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടോട്ടിയിലാട്ടോ, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗ്വാളിയോറിലാണ്. ഇനി ഇന്ത്യൻ നാവികസേന സെബെക്സ് 2 എന്ന പേരിൽ പുതിയതും ഏറ്റവും ശക്തവുമായിട്ടുള്ള നോൺ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചു. അപ്പോൾ ഇന്ത്യൻ നാവികസേന സെബെക്സ് വികസിപ്പിച്ചത്? ഇന്ത്യൻ നാവികസേനയാണ്. നാവികസേന വികസിപ്പിച്ച സെബെക്സ് 2 എന്താ സംഭവം? ഏറ്റവും പുതിയതും ഏറ്റവും ശക്തവുമായിട്ടുള്ള നോൺ ന്യൂക്ലിയർ ബോംബാണ് ഇത് സെബെക്സ് 2 എന്ന് പറയുന്നത്. ഇനി സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ L1 പേടകം L പോയിന്റിന് ചുറ്റുമുള്ള ആദ്യത്തെ ഭ്രമണപഥം പൂർത്തിയാക്കി. ഇനി പെറുവിലെ ലംബായക്ക് പ്രദേശത്ത് 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു. അപ്പോൾ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണേത്? പെറു എന്ന കാര്യം ഓർത്തുക. പെറുവിലെ ലംബായക്ക് പ്രദേശത്താണ്. ഇനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലും സുതാര്യവുമാക്കാനായിട്ട് സുരക്ഷ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സജ്ജമാക്കി. സുരക്ഷ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സുരക്ഷ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ
സജ്ജമാക്കി. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് തന്മുദ്ര തന്മുദ്ര ആരുമായി ബന്ധപ്പെട്ടതാ? ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടതാണ്. തന്മുദ്ര എന്ന പേരിൽ ഇത് സാമൂഹ്യ നീതി വകുപ്പാണ് എന്ത് ചെയ്തത്? ഈ പേരിലൊരു പ്രചരണം ആരംഭിച്ചത്. അതായത് ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് തന്മുദ്ര എന്ന പേരിൽ പ്രചാരണവുമായിട്ട് സാമൂഹ്യ നീതി വകുപ്പ്. ചിലപ്പോൾ ചോദിക്കുക തന്മുദ്ര ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാ? ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടതാണ് ഏത്? തന്മുദ്ര. ഇനി ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായിട്ട് റെയിൽവേ വാർ റൂം ഒരുക്കുന്നു. റെയിൽവേ വാർ റൂം, അതായത് നമ്മൾ ട്രെയിൻ യാത്രക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പരാതി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ആരംഭിച്ച പുതിയ പദ്ധതി, റെയിൽവേയുടെ പുതിയ പദ്ധതിയാണ് ഇത് വാർ റൂം എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സമ്മാനിച്ചു. അപ്പോൾ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ ഏത് രാജ്യത്തിന്റെ ബഹുമതിയാണെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തിന്റെ? റഷ്യയുടെ ബഹുമതിയാണ്. ആർക്കാ കിട്ടിയത്? നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പറയുന്നുണ്ട് ജസ്റ്റിസ് നിതിൻ ജാംതറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. ഇത് കൊളീജിയം, അതുപോലെ ഇത് കോടതി കൊളീജിയം ശുപാർശ ചെയ്തു, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? അത് അംഗീകരിച്ചിട്ട്. അപ്പോൾ നിലവിൽ നിതിൻ ജാംതറാണ് കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു. നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഇനി NC മമ്മൂട്ടി പുരസ്കാരം കുരീപ്പുഴ ശ്രീകുമാറിന്. NC മമ്മൂട്ടി പുരസ്കാരം കുരീപ്പുഴ ശ്രീകുമാറിന്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിന്. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നേടിയത് നടൻ സലീം കുമാറാണ്. അപ്പോൾ 3 അവാർഡുകൾ. NC മുഹമ്മദ് പുരസ്കാരം കുരീപ്പുഴ ശ്രീകുമാറിന്, ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിന്, ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലീം കുമാറിനുമാണ്. ഇനി കെയർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ. ഓർത്തു വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കെയർ സ്റ്റാമർ കെയർ സ്റ്റാമർ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്? കെയർ സ്റ്റാമർ ഏത് രാജ്യത്തിന്റെ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ആര്? കെയർ സ്റ്റാമർ. സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലയാളിയായിട്ട് മാറി. സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്ന ആദ്യത്തെ മലയാളിയായിട്ട് മാറി. റേച്ചൽ റീവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിന്റെ 800 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതാ ധനമന്ത്രിയായി. വനിതാ ധനമന്ത്രി. ബ്രിട്ടനിലെ ധനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാ? റേച്ചൽ റീവ്സൺ ആട്ടോ. റേച്ചൽ റീവ്സൺ ആണ്. ഇനി ഓഗസ്റ്റ് മാസത്തതാണ്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന ജേതാക്കളായി. ഫൈനലിൽ കൊളംബിയയെ 1-0 കീഴടക്കിയിട്ടാണ് അർജന്റീന ചാമ്പ്യന്മാരായത്. കോപ്പയിൽ അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണ്. കോപ്പ അമേരിക്ക ഫുട്ബോൾ 2024 വിജയം ആരാന്ന് വെച്ചാൽ അർജന്റീനയാണ്. അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണ്. ആരെയാ തോൽപ്പിച്ചത്? കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത്. തൊട്ടപ്പുറത്ത് തന്നെ യൂറോ കപ്പ് ഫുട്ബോൾ ആരാ ചാമ്പ്യന്മാർ? സ്പെയിനാണ്. ഇംഗ്ലണ്ടിനെ 2-0 തോൽപ്പിച്ചത്. സ്പെയിൻ യൂറോ കപ്പ് നേടുന്നത് 4ാം തവണയാണ്. അപ്പോൾ 2 മേജർ ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റാണ് 2024 നടന്നത്. ഒന്ന് കോപ്പ അമേരിക്കയും ഒന്ന് യൂറോ കപ്പുമാണ്. കോപ്പ അമേരിക്കയിൽ വിജയിച്ചത് ആരാ? അർജന്റീനയാണ്. ആരെയാ തോൽപ്പിച്ചത്? കൊളംബിയയെ പരാജയപ്പെടുത്തി. ഇനി യൂറോ കപ്പിൽ ആരാ വിജയിച്ചത്? സ്പെയിനാണ്. ആരെയാ പരാജയപ്പെടുത്തിയത്? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടാണ്. ഇനി ഒളിമ്പിക്സിന്റെ 33ാം പതിപ്പിന് ജൂലൈ 26 പാരീസിൽ തുടങ്ങി. ഇന്ത്യയിൽ നിന്ന് 16 ഇനങ്ങളിലായിട്ട് 117 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യത്തെ സ്വർണം ചൈനയ്ക്ക് ഷൂട്ടിംഗ് ലഭിച്ചിട്ടുണ്ട്. ഇനി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ മനു ഭാക്കറിന് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ ലഭിച്ചത്. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്ന് മുൻ ഇന്ത്യൻ നായകൻ മലയാളി ഗോൾ കീപ്പറുമായിട്ടുള്ള PR ശ്രീജേഷ് അറിയിച്ചുണ്ട്. ഇത് ഓഗസ്റ്റിലേതായതുകൊണ്ടാണ് ഇത് ഏതുണ്ട് വിരമിച്ചിട്ടുണ്ട്. പുറത്തു വെക്കുക. 33ാം പതിപ്പ് ഒളിമ്പിക്സിന്റെ 33ാം പതിപ്പാണ് പാരീസിൽ നടന്നത്. ഇന്ത്യയിൽ നിന്ന് 117 താരങ്ങളാണ് പങ്കെടുത്തത്. ആദ്യത്തെ സ്വർണം ചൈനക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ എന്ന് പറയുന്നത് ആരിലൂടെയാണ് കിട്ടിയത്? മനു ഭാക്കറിലൂടെയാണ് കിട്ടിയത്. അവരുടെ ഹൈറ്റ് ഏതാ? 10 മീറ്റർ എയർ പിസ്റ്റൾ എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഏത് മെഡലാണ് കിട്ടിയത്? വെങ്കല മെഡലാന്ന് ഓർത്തു വെക്കണേ. ഇനി സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ആണ് ഈ വർഷത്തെ പുരുഷ വിംബിൾഡൺ ഓപ്പൺ ജേതാവ്. നമ്മൾ പറഞ്ഞു കാർലോസ് അൽക്കാരസ് തന്നെയായിരുന്നു ഫ്രഞ്ച് ഓപ്പണും നേടിയത്. ഇവിടെ ഇതാ വിംബിൾഡൺ ആര് തന്നെയാണ് നേടിയിരിക്കുന്നത്? കാർലോസ് അൽക്കാരസ് ആണ്. അതുപോലെ ആരെയാ തോൽപ്പിച്ചത്? സെർബിയയുടെ നൊവാക്ക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചിട്ടാണ് ആർക്ക്
കാർലോസ് അൽക്കാരസ് കിരീടം നേടിയത്. ഇനി ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബറോ ക്രെജിക്കോവക്കാണ് ഈ വർഷത്തെ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം. ഇറ്റലിയുടെ ജാസ്മിൻ പൗളീനിയെ തോൽപ്പിച്ചാണ് ക്രെജിക്കോവ ജേത്രിയായത്. അപ്പം വിംബിൾഡൺ പുരസ്കാരം നേടിയതായിരിക്ക പുരുഷ വിഭാഗത്തിൽ കാർലോസ് അൽക്കാരസും വനിതാ വിഭാഗത്തിൽ ബാർബോറ ക്രെജിക്കോവയും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായിട്ടുള്ള ലിയാൻഡർ പേസും വിജയ് അമൃതരാജും ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളാണ് ആരൊക്കെ? ലിയാൻഡർ പേസും അമൃതരാജും. ഓർത്തു വെക്കുക, ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായിട്ടുള്ള ലിയാൻഡർ പേസും അതുപോലെ വിജയ് അമൃതരാജും ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം ലഭിച്ചു. ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളാണ് ആരൊക്കെ? ലിയാൻഡർ പേസും അമൃതരാജും. ഇനി സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് കെൽട്രോൺ നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡിജി സ്മാർട്ടും കെല്ലിയും കേട്ടോ. ഡിജി സ്മാർട്ടും കെല്ലിയും ഓർത്തു നോക്കുക. സർക്കാർ ഓഫീസുകളിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് കെൽട്രോൺ നിർമ്മിത AI, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറുകളാണ് ഏതൊക്കെ? ഡിജി സ്മാർട്ടും അതുപോലെ കെല്ലി എന്ന കാര്യം ഓർത്തു വെക്കുക. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ വേണ്ടിയിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് യോദ്ധാവ് എന്ന കാര്യം ഓർത്തു വെക്കുക. അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ISROയുടെ ആദ്യത്തെ റോക്കറ്റ് പരീക്ഷണ വിജയം. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിലാണ് ATV, അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ റോക്കറ്റ് ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്നത്. അപ്പോൾ അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ISROയുടെ ആദ്യത്തെ റോക്കറ്റ് പരീക്ഷണം വിജയമായിട്ടുണ്ട്. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിലാണ് ATV, അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ റോക്കറ്റ് ഓക്സിജൻ ശ്വസിച്ചിട്ട് പറക്കുന്നത്. ഈ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക് ഹാളിന്റെയും പേര് മാറ്റിയിട്ടുണ്ട്. ദർബാർ ഹാൾ ഇനി മുതൽ ഗണതന്ത്ര മണ്ഡപമായിട്ടും അതുപോലെ അശോക് ഹാള് അശോക് മണ്ഡപമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം രാഷ്ട്രപതി ഭവനിലെ 2 ഹാളുകൾ, ദർബാർ ഹാളും അതുപോലെ അശോക് ഹാളും, രണ്ടിന്റെയും പേര് മാറ്റി ദർബാർ ഹാളിന്റെ പേര് ദർബാർ ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാള് അശോക് മണ്ഡപം എന്ന പേരിലുമാണ് അറിയപ്പെടാൻ പോകുന്നത്. ഇനി ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രക്ക് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായിട്ടുള്ള ഒളിമ്പിക് ഓർഡർ ലഭിച്ചു. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? അഭിനവ് ബിന്ദ്ര എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രക്ക് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായിട്ടുള്ള ഒളിമ്പിക് ഓർഡർ ലഭിച്ചു. തന്നിരിക്കുന്നതിൽ ഒളിമ്പിക് ഓർഡർ ലഭിച്ച കായിക താരം ആര്? ചോദിച്ചേക്കാം. ആർക്കാ കിട്ടിയത്? ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രക്കാണ്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? അഭിനവ് ബിന്ദ്ര. ഇനി ലോകമാന്യ തിലക് പുരസ്കാരം എഴുത്തുകാരിയും രാജ്യസഭാ അംഗവുമായിട്ടുള്ള സുധാ മൂർത്തിക്ക് ലഭിച്ചു. ലോകമാന്യ തിലക് പുരസ്കാരം ആർക്കാ കിട്ടിയത്? സുധാ മൂർത്തിക്ക് കേട്ടോ. സുധാ മൂർത്തിക്കാണ് ലഭിച്ചത്. ലോകമാന്യ പുരസ്കാരം ആർക്കാ? സുധാ മൂർത്തിക്ക് ലഭിച്ചു. ഇനി ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കി ഫ്രഞ്ച് മ്യൂസിയം. പാരീസിലെ ഗ്രവിൻ മ്യൂസിയമാണ് ഷാറൂഖ് ഖാന്റെ പേരിൽ സ്വർണ്ണ നാണയം ഇറക്കിയത്. അപ്പോൾ ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് ആരാന്ന് വെച്ചാൽ ഫ്രഞ്ച് മ്യൂസിയമാണ്. പാരീസിലെ ഗ്രവിൻ മ്യൂസിയമാണ് എന്ത് ചെയ്തത്? ഷാറൂഖ് ഖാന്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയെന്ന കാര്യം ഓർത്തു വെക്കുക. കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് M. രാഘവ വാര്യർക്കും അതുപോലെ CL ജോസിനും ലഭിച്ചു. നിക്കോളാസ് മഡൂറോ തുടർച്ചയായിട്ട് 3ാമതും വെനിസ്വേലയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു നിക്കോളാസ് മഡൂറോ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാന്നുള്ളത് ഓർത്തു വെക്കുക. വെനിസ്വേലയുടെ പ്രസിഡന്റാണ് ആര്? നിക്കോളാസ് മഡൂറോ. ഇനി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ UAEയുടെ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിട്ട് നിയമിച്ചു. നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് KP ശർമ്മ ഒലി അധികാരമേറ്റു. നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് KP ശർമ്മ ഒലി അധികാരമേറ്റു. വിക്രം മിശ്രി ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റു. വിക്രം മിശ്രി കേട്ടോ. പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാ? വിക്രം മിശ്രി ആട്ടോ. വിക്രം മിശ്രി. അപ്പോൾ നിലവില്
ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ വിക്രം മിസ്രി ആണ്. ഇനി യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റായിട്ട് ഉർസുല വോണ്ടലിൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 2ാം തവണയാണ് ഉർസുല ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റാണ് ആര്? ഉർസുല വോണ്ടെ. 2ാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ആണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി. വിനയ് മോഹൻ കാത്രെ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് നിയമിച്ചു. വിനയ് മോഹൻ കാത്രെ, അത് നമ്മുടെ ഈ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ആര്? നമ്മുടെ വിനയ് മോഹൻ കാത്രെ. നിലവിൽ വിദേശകാര്യ സെക്രട്ടറി ആരാ? നമ്മുടെ വിക്രം മിശ്ര ആണല്ലോ. ഇനി തുടർച്ചയായിട്ട് 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി. മൊറാർജി ദേശായിയുടെ 6 ബജറ്റ് അവതരണങ്ങളുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ഇനി മുതൽ ആർക്കാ? നിർമ്മല സീതാരാമനാണ്. ആരുടെ റെക്കോർഡ് മറികടന്നത്? മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് മറികടന്നത്. ഇനി തിരുവനന്തപുരം ജില്ലയുടെ പുതിയ കളക്ടറായിട്ട് അനു കുമാരി ചുമതലയേറ്റു. ജെറോമിക് ജോർജിന്റെ പിൻഗാമിയായിട്ടാണ് അനു കുമാരി നിയമിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് N അനിൽ കുമാറിനെ പുതിയ ലോകായുക്തയായിട്ട് നിയമിച്ചു. മസ്റ്റാണ് ഇത്. കേരള ലോകായുക്ത ആരാ? ജസ്റ്റിസ് N അനിൽ കുമാർ ട്ടോ. ജസ്റ്റിസ് N അനിൽ കുമാറാണ് പുതിയ ലോകായുക്ത. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മലയാളിയായ കൈലാസ് നാഥ് നിയമിതനായി. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് മലയാളിയായ കൈലാസ് നാഥ് നിയമിതനായി. ചൈനയുടെ ചാന്ദ്ര ദൗത്യമായിട്ടുള്ള ചാങ്-ഇ 5 ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണിലും പാറക്കഷ്ണങ്ങളിലും ജലാംശം കണ്ടെത്തി. അപ്പോൾ ചോദിക്കാം, പിന്നെ ചന്ദ്രനിലെ മണ്ണിലും പാറകളിലും ജലാംശം കണ്ടെത്തിയ പേടകം ഏതാണ്? ചാന്ദ്ര ദൗത്യം ആരതാ? ചൈനയുടെ ചാങ്-ഇ 5 എന്ന കാര്യം ഓർത്തു നോക്കുക. ഇനി സിംബാബ്വെക്കെതിരായി 2020 സ്വന്തമാക്കാമെന്ന ആവശ്യമില്ല നമുക്ക്. ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ടെന്നീസ് താരമായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണ ടെന്നീസിൽ നിന്ന് വിരമിച്ചു. ഇനി അടുത്തത് നമ്മൾ ഒളിമ്പിക്സിന്റെ ഒരു പൂർണ്ണ വിവരമാണ് ഇത്. പാരീസ് ഒളിമ്പിക്സിലെ 100 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് മിക്സഡ് ഇനത്തിൽ മനു ഭാക്കർ അതുപോലെ സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കല മെഡൽ ലഭിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ വനിതാ താരമാണ് മനു ഭാക്കർ. അതായത് ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ താരമാണ് ആര്? മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചു. ഇനി പാരീസ് ഒളിമ്പിക്സിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിങ്ങിൽ സ്വപ്നിൽ കുശാലേക്ക് വെങ്കല മെഡൽ ലഭിച്ചു. പുരുഷന്മാരുടെ 57 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ അമൻ ഷരാവത്തിന് വെങ്കല മെഡൽ. ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷരാവത്ത്. ഇതൊക്കെ ഓർത്ത് നോക്കുക, ഈ ടേമൊക്കെ ഓർത്ത് നോക്കുക. അതായത് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? അമൻ ഷരാവത്ത്. പുരുഷന്മാരുടെ 57 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ അമൻ ഷരാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചു. ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് ആര്? അമൻ ഷരാവത്ത്. ഇനി പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ ആരെയാ തോൽപ്പിച്ചത്? സ്പെയിനിനെയാണ്. 2-1 തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ വെങ്കലം കരസ്ഥമാക്കിയത്. ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യ ഹോക്കിയിൽ വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. 2 ഒളിമ്പിക് മെഡലുകൾക്ക് ഉടമയായ ഒരേ ഒരു മലയാളിയാണ് ഹോക്കി ഗോൾ കീപ്പറായിട്ടുള്ള PR ശ്രീജേഷ്. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ വേഗമേറിയ വനിതാ താരമായിട്ട് സെയിന്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ് ചിലപ്പോൾ പ്രസ്താവനയിൽ ചോദിക്കാൻ പറ്റും. ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരമാരാ? ജൂലിയൻ ആൽഫ്രഡ് ആണ്. ഏത് രാജ്യ? സെന്റ് ലൂസിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് വരുന്നത്. ജൂലിയൻ ആൽഫ്രഡ് കേട്ടോ. ജൂലിയൻ ആൽഫ്രഡ് ഏറ്റവും വേഗമേറിയ താരം. അതായത് 100 മീറ്ററിൽ വിജയിക്കുന്ന ആളെയാണ് നമ്മൾ ഏറ്റവും വേഗമേറിയ താരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാരാ? ജൂലിയൻ ആൽഫ്രഡ് ആണ്. ഇനി പുരുഷ താരം ചോദിച്ചാൽ ആരാ? നോഹ ലൈൽസ് അല്ലെ. അമേരിക്കയുടെ നോഹ ലൈൽസ് ആണ് 100 മീറ്ററിൽ സ്വർണം നേടിയത്. ഇനി പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ 5ാമത്തെ താരമായിട്ട് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് മാറി. ആന്ദ്രേ അഗാസി, സ്റ്റെഫി ഗ്രാഫ്, സെറീന വില്യംസ്, റാഫേൽ നദാൽ എന്നിവരാണ് ജോക്കോക്ക് മുമ്പ് ഗോൾഡൻ സ്ലാം ലഭിച്ചത്. 4 ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് ഗോൾഡൻ സ്ലാം നേട്ടം കൈവരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ 5 വെങ്കലവും 1 വെള്ളിയും ഉൾപ്പെടെ 6 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്ത്.
സ്ഥാനത്ത്? ഈയിടെ ചോദിച്ചുകൊണ്ടിരുന്നത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം, എത്ര മെഡലുകളാണ് ലഭിച്ചതെന്നായിരുന്നു. അപ്പോൾ ഇനി ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി വരുന്ന എക്സാമുകളിൽ ഒളിമ്പിക്സ് ആകാൻ സാധ്യത. അപ്പോൾ ഓർത്ത് നോക്കുക, പാരീസ് ഒളിമ്പിക്സിൽ 5 വെങ്കലവും 1 വെള്ളിയും 6 മെഡലുകളെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളൂ. എത്രാം സ്ഥാനത്താ? 71ാം സ്ഥാനത്താണ് കേട്ടോ. ഇനി 1ാം സ്ഥാനത്ത് ആരാ? 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ഉൾപ്പെടെ 126 മെഡലുകൾ നേടിയിട്ട് അമേരിക്കയാണ് 1ാം സ്ഥാനത്ത്. 40 സ്വർണവും 27 വെള്ളിയും 24 വെങ്കലവും ഉൾപ്പെടെ 91 മെഡലുകൾ നേടിയിട്ട് ചൈന 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 2028 ഒളിമ്പിക്സ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടക്കും. അപ്പൊ നിലവിൽ നടന്നത് എവിടെയാ? പാരീസിലാണ്. ഇനി 2028 നടക്കാൻ പോകുന്നത് എവിടെയാ? ലോസ് ഏഞ്ചൽസിൽ, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ്. അപ്പോൾ മെഡൽ നേടിയ ആൾക്കാരെ ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ. ഇനി വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജൂലൈ 31, 2024 ജൂലൈ 31 പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ 300-ലധികം ആളുകൾ മരണപ്പെടുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തു. യഥാർത്ഥ കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. അപ്പോൾ ആ ഡേറ്റ് ഒക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ജൂലൈ 31 പുലർച്ചെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഇനി UPSCയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതനായ വ്യക്തിയാണ് പ്രീതി സുധ കേട്ടോ. പ്രീതി സുധൻ നിലവിൽ UPSCയുടെ ചെയർപേഴ്സൺ ആരാന്ന് വെച്ചാൽ പ്രീതി സുധനാണ്. ഇനി കരസേനയിലെ മെഡിക്കൽ സർവീസിലെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലായിട്ട് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ നിയമിതയായി. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലായിട്ട് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ നിയമിതയായി. KC വേണുഗോപാലിനെ പാർലമെന്ററി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നാമനിർദ്ദേശം ചെയ്തു. ഇതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത, കാരണം മലയാളി ആയതുകൊണ്ട്. നിലവിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന്റെ മണ്ഡലം ഏതാ? ആലപ്പുഴ കേട്ടോ. കേരളത്തിലെ ആലപ്പുഴയാണ് KC വേണുഗോപാലിന്റെ മണ്ഡലം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? KC വേണുഗോപാലാണ്. ഇനി വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻസു ശുക്ലെ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ബാക്കപ്പ് പൈലറ്റായിട്ടാണ് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും തെരഞ്ഞെടുത്തത്. അപ്പോൾ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻസു ശുക്ലെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഗഗൻയാൻ വഴി ആദ്യമായിട്ട് ബഹിരാകാശത്ത് യാത്ര നടത്തുന്ന വ്യക്തിയാണ് ആര്? ക്യാപ്റ്റൻ ശുഭാൻസു ശുക്ലയാണ്. ഇവരുടെ ബാക്കപ്പ് പൈലറ്റായിട്ട് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും തെരഞ്ഞെടുത്തു. ഇനി ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായിട്ട് ഗുജറാത്ത് സ്വദേശിയായ സഫിൻ ഹസൻ 22 വയസ്സ് ചുമതലയേറ്റു. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറാണ് ആര്? സഫിൻ ഹസൻ. എവിടെയാ? ഗുജറാത്തിൽ സ്വദേശിയാണ് ആര്? സഫിൻ ഹസൻ എന്ന കാര്യം ഓർത്തു നോക്കുക. ഇനി ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഫിജി പ്രസിഡന്റ് സമ്മാനിച്ചു. ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു. ഇതും ചോദിക്കാം. ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു. ഇനി ഡോക്ടർ PT ബാബുരാജിനെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായിട്ട് നിയമിച്ചു. നിലവിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ PT ബാബുരാജ് കേട്ടോ. PT ബാബുരാജാണ്. ഇനി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ ലഭിച്ചവര് മലയാളി ശാസ്ത്രജ്ഞരായ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യനും ഡോക്ടർ റോക്സി മാത്യു കോളിനുമുണ്ട്. ഓർത്തുക, കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികവിനുള്ള പുരസ്കാരമാണ് ഇത് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെട്ട മലയാളികളാണ് ആരൊക്കെ? ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യനും അതുപോലെ ഡോക്ടർ റോക്സി മാത്യു കോളിനും. ഇനി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർ ലെസ രാജ്യത്തിന്റെ പേരാണ് ഇത് ടിമോർ ലെസ്റ്റ എന്ന് പറയുന്നത്. അവിടുത്തെ പരമോന്നത ബഹുമതി ആർക്ക് ലഭിച്ചു? ദ്രൗപദി മുർമുവിന് ലഭിച്ചു. ഇനി ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ടി പത്മനാഭന്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ആർക്കാ? ടി പത്മനാഭന് ലഭിച്ചു. ഇനി പശ്ചിമ ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രി ബുദ്ധാദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 11 വർഷം അദ്ദേഹം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബുദ്ധാദേവ് ഭട്ടാചാര്യ ഏത് സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു വെച്ചാൽ പശ്ചിമ ബംഗാളിന്റെയാണ്. അദ്ദേഹം 11 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ബംഗാളിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇനി അവസാനത്തെയാണ്, സെപ്റ്റംബർ മാസത്തെയാണ് ഇത്. സംസ്ഥാനത്തിന്റെ 49ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് ശാരദാ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ
സംസ്ഥാന ചീഫ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ശാരദാ മുരളീധരാണ്. എത്രാമത്തെയാ? 49ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ആര്? ശാരദാ മുരളീധരൻ. ഇനി മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗിക്കാൻ സാധ്യമായിട്ടുള്ള ഹൈബ്രിഡ് റോക്കറ്റാണ് ചെന്നൈയിൽ നിന്ന് വിജയകരമായിട്ട് പരീക്ഷിച്ചു. അപ്പോൾ മിഷൻ റൂമി എന്ന് പറയുന്നത് എന്താ? പുനരുപയോഗിക്കാൻ സാധ്യമായിട്ടുള്ള ഹൈബ്രിഡ് റോക്കറ്റാണ് ഇത് മിഷൻ റൂമി എന്ന് പറയുന്നത്. അത് ചെന്നൈയിൽ നിന്നാണ് വിജയകരമായിട്ട് വിക്ഷേപിച്ചത്. ഇനി യുഎഫ സൂപ്പർ കപ്പിൽ റയൽ മഡ്രിഡിന് കിരീടം. യുഎഫ സൂപ്പർ കപ്പ് നേടിയത് ആരാന്ന് വെച്ചാൽ റയൽ മഡ്രിഡ് ആണ്. ഇനി സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ താരം ആര്യാന സബങ്കയും ജേതാക്കളായി. ഇനി ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മക്ലാരന്റെ ലാൻഡോ നോറിസിന് കിരീടം. പോൾ വാൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻ ഡുപ്ലന്റിസ്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കേട്ടോ. അതായത് ഈ അർമാൻ ഡുപ്ലന്റിസ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതാ? പോൾ വാൾട്ടാണ്. പഠിച്ചു വെക്കണേ, പോൾ വാൾട്ടാണ്. ഇനി സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ICCയുടെ അധ്യക്ഷനായിട്ട് ജയ്ഷ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജയ്ഷയാണ്. ഇനി UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി. അപ്പൊ 2 ക്വസ്റ്റ്യൻ പഠിക്കാണ്ട് ഇവിടെ. വനിതാ 2020 ലോകകപ്പ് 2024 വനിതാ 2020 ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? UAEയിലാണ് കേട്ടോ. UAEയിലാണ്. ഇത് ബംഗ്ലാദേശ് ആയിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷെ അവിടെ ആഭ്യന്തര കലാപമൊക്കെ നടക്കുന്നതുകൊണ്ട് UAEയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ 2024 വനിതാ 2020 ലോകകപ്പ് നടക്കുന്നത് എവിടെയാ? UAEയിലാണ്. അപ്പോൾ അതിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട 2 മലയാളികളുണ്ട്. ഒന്ന് സജ്ന സജീവനും അതുപോലെ ആശാ ശോഭനയുമാണ്. ഇനി ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായിട്ടുള്ള പാരാലിമ്പിക്സ് പാരീസിൽ ആരംഭിച്ചു. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായിട്ടുള്ള പാരാലിമ്പിക്സ് പാരീസിൽ ആരംഭിച്ചു. ഇനി ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായിട്ടുള്ള മിത്രശക്തിയുടെ 2 ആഴ്ച നീളുന്ന 10ാമത്തെ പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന സൈനിക പരിപാടിയാണ് ഇത് മിത്രശക്തി. ഓർത്തു നോക്കുക, മിത്രശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ്. ഇനി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് മുതിർന്ന IAS ഓഫീസർ ഗോവിന്ദ് മോഹനെ നിയമിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഹോം സെക്രട്ടറി ആയിട്ട് IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗോവിന്ദ് മോഹനെ നിയമിച്ചു. ഇനി സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19-ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19-ാം തീയതി രാത്രി ഇന്ത്യയിൽ ആകാശത്ത് ദൃശ്യമായി. ഇനി ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായിട്ടുള്ള ഡെയില മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പാണ് ഇത് ഡെയില. ഇത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയുന്നുണ്ട്. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? ബംഗളൂരുവിലാട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് എവിടെയാ? ബംഗളൂരുവിലാണ്. ഇനി മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ആർക്കാ? ഇടുക്കി രാജകണ്ഠം സ്വദേശി CD രവീന്ദ്രൻ നായർക്കും കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനിയായിട്ടുള്ള PT സുഷമക്കും ലഭിച്ചു. 2 ലക്ഷം രൂപയാണ് രണ്ടിൻ്റെയും സമ്മാനത്തുക. അപ്പോൾ മികച്ച കർഷകന് കൊടുക്കുന്ന അവാർഡ്, കേരള സർക്കാരിന്റെ മികച്ച കർഷകന് കൊടുക്കുന്ന അവാർഡാണ് ഇത് കർഷകോത്തമ പുരസ്കാരം. അതാർക്കാണ് ലഭിച്ചത്? ഇടുക്കി സ്വദേശിയായിട്ടുള്ള രാജകണ്ഠം സ്വദേശി CD രവീന്ദ്രനും അതുപോലെ കേരകേസരി പുരസ്കാരം ലഭിച്ചത് മലപ്പുറം താനാളൂർ സ്വദേശിനിയായിട്ടുള്ള PT സുഷമക്കുമാണ്. ഇനി കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണനെ. കർഷക ഭാരതി പുരസ്കാരം ആർക്കാ കൊടുക്കുന്നത്? കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരമാണ് ഇത്. കർഷക ഭാരതി പുരസ്കാരമാർക്ക് TV രാധാകൃഷ്ണനാണ്. ഇനി 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിതാ സാവിത്രിയുടെ സിൻ എന്ന നോവല് അർഹമായി. ഓർത്തു നോക്കുക, ഹരിതാ സാവിത്രിയുടെ സിൻ എന്ന നോവല് അർഹമായി. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, സിൻ എന്ന നോവൽ എഴുതിയതാര്? ഹരിതാ സാവിത്രിയാണ്. ഇനി മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ
പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് $20,000 അതായത് 17 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ഇനി NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം MT വാസുദേവൻ നായർക്ക് 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി ജപ്പാന്റെ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ അടുത്ത മാസം സ്ഥാനമൊഴിയും. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ആരധികാരം ഏറ്റിട്ടുണ്ട് നിലവില്? എന്തായിരുന്നു പേര്? ഷിഗേരു ഇഷിബ കേട്ടോ. നിലവിൽ ജപ്പാന്റെ പ്രധാനമന്ത്രി ചോദിച്ചാൽ ഷിഗേരു ഇഷിബയാണ് കേട്ടോ. ഷിഗേരു ഇഷിബ. ഇനി തായ്ലാന്റ് പ്രധാനമന്ത്രിയായിട്ട് ശ്രേത തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. ഇനി പെയ്ത്തോങ് താൻ ശിനവാത്രയാണ് പുതിയ തായ്ലാന്റിന്റെ പ്രധാനമന്ത്രി. നമുക്ക് ചോദിക്കലായിരിക്കും. ഇനി ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ അതായത് SSLV 3ാം വിക്ഷേപണം വിജയമായിരിക്കുന്നു. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ISROയുടെ രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ വിക്ഷേപണം വിജയമാണ്. ഇനി ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക S ചിത്രക്കും സംഗീത സംവിധായകൻ ഉത്തരം സിംഗിനും ലഭിച്ചു. ലതാ മങ്കേഷ്കർ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? മലയാളിയായിട്ടുള്ള KS ചിത്രക്കും അതിൽ സംഗീത സംവിധായകൻ ഉത്തരം സിംഗിനും ലഭിച്ചു. ഇനി രാഹുൽ നവീനാണ് അടുത്ത ED ഡയറക്ടർ കേട്ടോ. EDയുടെ ഡയറക്ടർ നിലവിൽ EDയുടെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ രാഹുൽ നവീനാണ്. രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. നിയമിച്ചു. ഇനി വിജിലൻസ് മേധാവി നിലവിൽ വിജിലൻസ് മേധാവി ആരാന്ന് വെച്ചാൽ യോഗേഷ് ഗുപ്ത കേട്ടോ. യോഗേഷ് ഗുപ്തക്ക് DGP ആയിട്ട് സ്ഥാനക്കയറ്റം. ഇനി SBIയുടെ പുതിയ ചെയർമാൻ ആരാ? DS സെട്ടി ചുമതലയേറ്റു കേട്ടോ. SBIയുടെ പുതിയ ചെയർമാനാണ് ആര്? DS സെട്ടി. ഇനി വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി. 1991 ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ആര്? മോദി. ഇനി മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഒരു കാര്യം ഓർത്തുവെക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ മലയാളിയായ കേന്ദ്രമന്ത്രിമാർ 2 പേരാണ്. ഒന്ന് നമ്മുടെ സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് കുര്യൻ എങ്ങനെയാണ് മന്ത്രിയായത്? മത്സരിച്ച് ജയിച്ചതല്ല. അതായത് രാജ്യസഭാ അംഗമായിട്ട് മന്ത്രിയായ വ്യക്തിയാണ് ആര്? ജോർജ് കുര്യൻ. എവിടെ നിന്നുള്ള രാജ്യസഭാ അംഗമാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് ആര്? ജോർജ് കുര്യൻ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കാം. ഇനി ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപർ ഗ്രാമം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമാണിത്, മദാപർ ഗ്രാമം. എവിടെയാത്? ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ്. അപ്പോൾ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപർ ഗ്രാമമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയത്. ഇനി പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനത്ത്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 2 എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക.